അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്പോക്കൺ അറബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ പാർട്ട് 13 കാണാത്ത ആളുകൾ കാണണം. അതിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിൽ നമ്മളെന്ത് പറഞ്ഞു? ഗൾഫ് അറബിക്, നമ്മളിപ്പോൾ ഗൾഫിലാണുള്ളത് അല്ലേ? അപ്പോൾ ആ ഗൾഫിൽ നമ്മൾ എന്താ ജോലി? ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യണം. അപ്പോൾ ആ ഹൗസ് ഡ്രൈവറും പിന്നെ അദ്ദേഹത്തിൻ്റെ ബോസും തമ്മിലുള്ള, മുതലാളിയും തമ്മിലുള്ള ചില സംഭാഷണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അതിൽ അദ്ദേഹം പിന്നെ ഒരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ഈ സാധനങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിക്കൊണ്ടുപോവാ എന്ന് പറയുന്നു അല്ലേ? പലചരക്ക് കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവാ എന്ന് പറയുന്നു മുതലാളി ഹൗസ് ഡ്രൈവറോട്. അങ്ങനെ അദ്ദേഹം കടയിൽ പോകുന്നു. അപ്പോൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളുടെ പേരുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പേരുകൾ നമുക്ക് പഠിക്കാം. വീട്ടിലേക്ക് ആവശ്യമായ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, അതിന് നമ്മൾ അരി, പഞ്ചസാര, ചായപ്പൊടിയൊക്കെ പറഞ്ഞു. കുറച്ച് പച്ചക്കറിയും പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ കുറച്ചുകൂടി പഠിക്കാം അതുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഇനി നമ്മൾ പറയുക കുറച്ചുകൂടി പച്ചക്കറികൾ, പഴങ്ങളൊക്കെ തന്നെ കൂട്ടി പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ പച്ചക്കറികളാണ് ഇനി പറയുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ എന്തൊക്കെയാണ്? അടുത്തത് പയറായിക്കോട്ടെ. പയറിനെന്താണ് അറബി പറയുക? പയർ ഫസൂലിയ. എന്താ പറയുക? ഫസൂലിയ. ഫസൂലിയ, പയർ. മനസ്സിലായില്ലേ? ഫാസുലിയ എന്നാൽ പയർ. ഓക്കെ, അടുത്തത് വഴുതനങ്ങ. വഴുതനങ്ങക്ക് എന്താ പറയാ? ബാദിൻചാൻ. എന്താ പറയാ? ബാദിൻചാൻ. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇത് ബാദിൻചാൻ, ബാദിൻചാൻ, ബാദിൻചാൻ. വഴുതനങ്ങ, ഇത് പുള്ളിയാണ് കേട്ടോ. ബാദിൻചാൻ, വഴുതനങ്ങ. ബാദിൻചാൻ, വഴുതനങ്ങ. അടുത്തത് ഉരുളങ്കിഴങ്ങ് ആയിക്കോട്ടെ. ഉരുളങ്കിഴങ്ങ് എന്താ പറയാ? ബത്താത്തിസ്. എന്താ പറയാ? ബത്താത്തിസ്, ബത്വാത്തിസ്, ബത്വാത്തിസ്. ബത്താത്തിസ്, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്, ബത്താത്തിസ് എന്നാൽ ഉരുളക്കിഴങ്ങ്, ബത്താത്തിസ്, ഉരുളക്കിഴങ്ങ്. അടുത്തത് കാരറ്റ്. കാരറ്റ് എന്താ പറയാ? ജസർ. എന്താ പറയാ? ജസർ, ജസർ, കാരറ്റ്. ജസർ എന്ന് പറയും, ജിസർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ജസർ, കാരറ്റ്. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ഈ എന്താ പറയാ? മൽഫൂഫ് എന്ന് അറബി പറയും. ഇവിടെ എന്താ പറയാ? കോസ്. കോസ് എന്ന് പറയില്ലേ? മൽഫൂഫ്, ആ പന്ത് മാരിക്കുള്ള സാധനം. മൽഫൂഫ്, മൽഫൂഫ്. എന്തിനു പറയാ? വേറെ പേര് കോസ് അല്ലേ? മുട്ടക്കോസ് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ. എന്താവട്ടെ, വേറെ എന്താ പേര് എനിക്കറിയില്ല. മൽഫൂഫ്, കോസ്. പിന്നെ നമ്മളെ മരച്ചീനി അല്ലേ? കപ്പക്ക് എന്താണ് പറയുക? കപ്പക്ക് അവർക്ക് ശരിക്കൊരു അറബി പേരൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ഇംഗ്ലീഷിനെ അറബീകരിച്ചിട്ടാണ്. എന്താ ടോപ്പിയോക്ക എന്നെന്താണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. അതിനവർ അറബീകരിച്ച് താബിയൂക്ക എന്ന് പറയും. താബിയൂക്ക, താബിയൂക്ക. എന്താ പറയാ? താബിയൂക്ക, താബിയൂക്ക, കപ്പ. താബിയൂക്കാണ് കപ്പ കേട്ടോ. അടുത്ത് നമുക്ക് എന്താണ്? പത്താഴ്ച നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി മധുരക്കിഴങ്ങിന് എന്താ പറയാ? കപ്പ പറയുമ്പോൾ അത് പറയണം, അവർ തമ്മിൽ ചങ്ങന്മാരാണ്, കപ്പയും മധുരക്കിഴങ്ങും അല്ലേ? നമ്മുടെ പണ്ടത്തേക്ക് നമ്മുടെയൊക്കെ ഭക്ഷണമായിരുന്നു ഇത് രണ്ടും. പ്രധാന ഭക്ഷണമായിരുന്നു.
കപ്പയും മധുരക്കിഴങ്ങും. ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത്. അതിനെന്താണ് അറബി പറയാ? അവരതിന് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട്. ബത്താത്തിസ് യമാനി എന്ന് പറയാറുണ്ട്, ബത്താത്തിസ് ഹുലു എന്ന് പറയാറുണ്ട്. ബത്താത്തിസ് ഹുലു ആയിക്കോട്ടെ, ബത്താത്തിസ് ഹുലു. ബത്താത്തിസ് ഹുലു എന്താ പറയാ? ബത്താത്തിസ് ഹുലു, ബത്താത്തിസ് ഹുലു, ഹുലു, ബത്താത്തിസ് ഹുലു, ബത്താത്തിസ് ഹുലു, ബത്താത്തിസ് ഹുലു. മധുരക്കിഴങ്ങ്, മധുര കിഴങ്ങ്, ബത്താത്തിസ് ഹുലു, മധുരക്കിഴങ്ങ്. മനസ്സിലായോ? ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ഞാൻ ഒന്ന് വായിച്ചുതരാം, ഇത് വായിക്കാൻ പോകണം. ഫാസൂലിയ പയറ്, ബാദിൻജാൻ വഴുതനങ്ങ, ബത്താത്തിസ് ഉരുളക്കിഴങ്ങ്, ജസർ കാരറ്റ്, മൽഫൂഫ് കോസ്, താബിയൂക്ക കപ്പ, ബത്താത്തിസ് ഹുലു മധുരക്കിഴങ്ങ്. ഇനി ഞാനിത് ഈ അറബി മാത്രം വായിക്കാൻ ശ്രദ്ധിക്കാം. ഫാസൂലിയ മലയാളം ഉണ്ട്, നിങ്ങൾക്കറിയാലോ. ഫാസൂലിയ, ബാദിൻജാൻ, ബത്താത്തിസ്, ജസർ, മൽഫൂഫ്, താബിയൂക്ക, ബത്താത്തിസ് ഹുലു. ഒന്നുകൂടെ വായിച്ചരാ. ഫാസൂലിയ, ബാദിൻജാൻ, ബത്താത്തിസ്, ജസർ, മൽഫൂഫ്, താബിയൂക്ക, ബത്താത്തിസ് ഹുലു. മനസ്സിലായോ? ഇനി നമുക്കത് വായിച്ചിട്ട് അതിൻ്റെ കുറച്ച് ബാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളി പറഞ്ഞല്ലോ. ഉള്ളി പ്രധാനപ്പെട്ട ഘടകല്ലേ. ഉള്ളിക്ക് എന്താ പറയാ? ഉള്ളി രണ്ട് മൂന്ന് ഐറ്റംസ് ഉള്ളി ഉണ്ടല്ലോ. വലിയ ഉള്ളി, വലിയ ഉള്ളിക്ക് എന്താ പറയാ? സവാള എന്ന് പറയില്ലേ? ബസൽ. എന്താ പറയാ? ബസൽ, ബസൽ, ഉള്ളി. ബസൽ എന്ന് പറഞ്ഞാൽ ഉള്ളി ട്ടാ, ഉള്ളി, വലിയ ഉള്ളി. ചെറിയ ഉള്ളി എന്താ പറയാ? വെളുത്തുള്ളി അല്ലേ, വെളുത്തുള്ളി. അതിനെന്താ പറയാ? സോം. എന്താ പറയാ? സോം, സോം. വെള്ളുള്ളി അല്ലേ, വെള്ളുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി എന്നൊക്കെ പറയും. വെള്ളുള്ളി. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്? ഇനിയിപ്പോൾ എന്താ പച്ചക്കറികൾ? ചുരങ്ങക്ക് എന്താ പറയാ? കൊറ എന്ന ചരങ്ങക്ക് പറയാം. ചരങ്ങ, ചുരങ്ങ എന്നൊക്കെ പറയല്ലേ. ചുരങ്ങ. ചീരക്ക് എന്താ പറയാ? ചീര, ബക്കൽ. എന്താ പറയാ? ബക്കൽ, ചീര. മനസ്സിലായില്ലേ? പിന്നെ അവിടെ അവരുപയോഗിക്കുന്ന ഒരു പ്രധാന ഒരു പിന്നെ ഇലയുണ്ട്, ഒരു ഇലക്കറിയിൽപ്പെട്ടതാണ്. ഇത് പറയാഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. കാരണം കടയിൽ പോയിട്ട് അത് പറയാൻ പിന്നെ വാങ്ങിക്കൊണ്ടുവരാൻ പറയുമ്പോൾ നമുക്കിത് അറിയണ്ടേ എന്താ ചെയ്യുന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട പേരെന്താ നിങ്ങൾ? അവർ കറി വെക്കുന്ന, നമ്മൾ മുരിങ്ങൻ്റെ കറിയൊക്കെ വെക്കും പോലെ കറി വെക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഭയങ്കര കൊഴുപ്പായിരിക്കും ആ സാധനം. മുരിങ്ങൻ്റെ മരക്കല്ല, ഭയങ്കര കൊഴുപ്പായിരിക്കും കറി വെച്ച് കഴിഞ്ഞാൽ. നമ്മളിവിടുത്തെ ഈ താളൊക്കെ കറി വെച്ച മരക്കാണ്, വളരെ ഭയങ്കര കൊഴുപ്പായിരിക്കും. അതിന് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഇലക്കറി. അതിൻ്റെ പേര് മുലൂഹിയ എന്നാണ്. മുലൂഹിയ. അതിന് മലയാളത്തിൽ പേര് എനിക്കറിയില്ല, കാരണം ഇവിടെ ആ സാധനം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. മുലൂഹിയ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്കറി ട്ടോ. ഒരു ഇലക്കറിയാണ് അതിൻ്റെ പേര്. നമുക്ക് അറിയാത്തതുകൊണ്ട് എഴുതുന്നില്ല. ഒരു ഇല എന്ന് മാത്രം ഇതാ, ഇലക്കറി എന്ന് മാത്രം ഇതാ കേട്ടോ. എന്തായാലും പേര് കറക്റ്റ് എനിക്കറിയില്ല. മലയാളത്തിൽ ഇവിടെ കാണുന്നില്ല സാധനം. അത് ഗൾഫിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മുലൂഹിയ അവർ കറി വെക്കുന്ന ഒരു സാധനമാണ്, ഒരു ഇലയാണ് മുലൂഹിയ. ഓക്കെ, ഇനി എന്താ നമ്മൾ പറയുന്നത്? അപ്പോൾ പച്ചക്കറികൾ കുറേയൊക്കെ ആയില്ലേ. ഇനി നമ്മൾ എന്താ ഉള്ളത്? ഓർമ്മയിൽ വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാം,
കുറച്ച് പഴങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പഴങ്ങൾ വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം അല്ലേ. പഴങ്ങൾ ഉദാഹരണം പറയാം, പിന്നെ ബുർത്തുക്കാൽ. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുർത്തുക്കാൽ, ഓറഞ്ച്. ബുർത്തുക്കാൽ, ഓറഞ്ച്. പിന്നെന്താണ്? ആപ്പിള്. ആപ്പിള് പിന്നെ നമുക്കറിയാലോ, തുഫാഹ്. തുഫാഹ്, ആപ്പിള്. ഇപ്പം ഇത്രയും മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വെക്കാം. ഓക്കെ, അപ്പം നോക്കാം. ബസൽ, ഉള്ളി, വലിയ ഉള്ളി കേട്ടോ. സോം, വെളുത്തുള്ളി. ഖുറ, ചുരങ്ങ. ബക്കൽ, ചീര. മുലൂഹിയ, ഇവിടെ കുത്തുണ്ടേ. മുലൂഹിയ, ഇലക്കറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലയാണത്. ബുർത്തുക്കാൽ, ഓറഞ്ച്. തുഫാഹ്, ആപ്പിള്. ഇനി അറബി മാത്രം വായിക്കാം. ബസൽ, സോം, ഇവിടെ പുള്ളിയില്ല കേട്ടോ, അവിടെ അങ്ങനെ ആയിപ്പോയതാണ്. ബസൽ, സോം, ഖുറ, ബക്കൽ, മുലൂഹിയ, ബുർത്തുക്കാൽ, തുഫാഹ്. ഈ പുള്ളികളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ബായിന് ഒരു പുള്ളി, സൂമിന് ഇവിടെ 3 പുള്ളി, കാഫിന് 2 പുള്ളി, ഇവിടെ ഒരു പുള്ളി, ഇവിടെ 2 പുള്ളി, ഇവിടെ ഒരു പുള്ളി, ഇവിടെ 2 പുള്ളി കേട്ടോ. ഇവിടെ 2 പുള്ളി ഉണ്ട്. പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറബിയിൽ. ഇവിടെ ഒരു പുള്ളി, ഇവിടെ 2 പുള്ളി, ഇവിടെ 2 പുള്ളി. മനസ്സിലായില്ലേ? ഇവിടെ 2 പുള്ളി, ഇവിടെ ഒരു പുള്ളി. ഇങ്ങനെയാണ് ഈ പുള്ളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറബിയിൽ എഴുതുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പുള്ളിയും വള്ളിയൊന്നുമില്ല. അതൊക്കെ പിന്നീട് നമ്മുടെ പോലുള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമാണത്. നബിയുടെയും സഹാബത്തിൻ്റെയും കാലഘട്ടത്തിന് ശേഷം, നബിയൊക്കെ വഫാത്ത് 10-60 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വള്ളികളും പുള്ളികളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിരുന്നില്ല, കാരണം അവരെ ഒറിജിനൽ അറബികളായിരുന്നല്ലോ, നമ്മളെ മാരിക്കല്ലല്ലോ. പക്ഷെ പിന്നെ നമ്മളെ പോലെയുള്ള കുറേ അനറബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഖുർആൻ ഓതാൻ വിഷമമായി. അപ്പോൾ അതിന് കണ്ടുപിടിച്ച മാർഗമാണ് പിന്നീട് ഈ പുള്ളികളും വള്ളികളൊക്കെ. അപ്പോൾ നമുക്കൊക്കെ നമ്മളിപ്പോൾ പുള്ളി ഉണ്ടായത് തന്നെ നമുക്ക് വായിക്കാൻ കഴിയില്ല. ഫത്തഹും കസ്റൊക്കെ ഇടണം അല്ലേ, ഇതിലേ വായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം. ബസൽ, സോം, ഖുറ, ബഖൽ, മുലൂഹിയ, ബുർത്തുക്കാൽ, തുഫാഹ്. ഇത്രയും ഭാഗമാണ് ഈ പാഠത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, കാരണം കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.